വിവാഹം വിനോദത്തിനല്ല എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കുന്നത്. ഭർത്താവായാലും അച്ഛനായാലും മകനായാലും തുടങ്ങി ആണായാലും പെണ്ണായാലും എല്ലാം ഒരു അമ്മയിലൂടെയാണ് ഭൂമിയിലേക്ക് വരുന്നത്. ധർമ്മത്തിലാണ് ഈ ലോകം നിലകൊള്ളുന്നത്. ആ ധർമ്മം പരിരക്ഷിക്കാനുള്ള ചുമതല സ്ത്രീകൾക്കാണ് പ്രപഞ്ചം അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീ പ്രപഞ്ചധർമ്മം പാലിച്ച് ജീവിച്ചാൽ എല്ലാം ശരിയാകും. ഗുരുക്കന്മാർ പറയുന്നു, സ്ത്രീ നന്നായാൽ ലോകം നന്നായി. എന്താണ് വിവാഹം? എന്തിനാണ് വിവാഹം? വിവാഹം വെറും ഒരു ചടങ്ങിന് വേണ്ടിയാണോ? അതോ വഴിതെറ്റിപ്പോയ മക്കളെ നന്നാക്കാനുള്ള ഉപാധിയോ? അതുമല്ലെങ്കിൽ പണമോ മറ്റു വസ്തുക്കളോ മോഹിച്ചുള്ളതോ? അതോ വിനോദത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണോ? പരസ്പരം ഒരു സഹായത്തിനോ? ഇതൊന്നുമല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്? വിവാഹം വിനോദത്തിനല്ല. ലൗകിക ജീവിതത്തിൽ വിവാഹം എന്നത് കേവലം വിനോദത്തിന് വേണ്ടി മാത്രമാണെന്നും സുഖത്തിനു വേണ്ടിയുള്ള കർമ്മമാണെന്നും വിചാരിക്കരുത്. ശ്രീനാരായണ ഗുരുവിന്റെ വാചകങ്ങളാണ്. നല്ല ഭർത്താവിനെ കിട്ടാൻ വ്രതമനുഷ്ഠിക്കണം എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. വ്രതശുദ്ധി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പ്രപഞ്ചധർമ്മം അനുസരിച്ച് ജീവിക്കണം എന്നാണ്. അങ്ങനെ ഒരു സ്ത്രീക്ക് തനിക്കുള്ള വരനെ പ്രപഞ്ചം സ്വയം അവരുടെ ഉള്ളിൽ നിന്ന് കാണിച്ചു കൊടുക്കും. പണ്ടൊക്കെ സ്വയം വരം ആയിരുന്നു. എത്ര പേര് നിരന്നിരുന്നാലും തന്റെ പുരുഷനെ സ്വയം തിരഞ്ഞെടുക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കുമായിരുന്നു. മാതാപിതാക്കളോ കൂട്ടുകാരോ ബന്ധുമിത്രാദികളോ മാരേജ് ബ്യൂറോയോ ഒന്നുമായിരുന്നില്ല ആ തിരഞ്ഞെടുക്കൽ നടത്തിയിരുന്നത്. പ്രപഞ്ചധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് പ്രപഞ്ചമാണ് കൂടെ നിന്ന് തന്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ സഹായിച്ചിരുന്നത്. ഇത്ര മഹത്തായ ഒരു രീതിയായിരുന്നു സ്വയംവരം എന്ന് ആലോചിച്ചു നോക്കൂ. അന്നത്തെ സ്ത്രീകൾ എത്ര ശ്രേഷ്ഠരായിരുന്നു എന്ന് ഇന്നത്തെ സമൂഹം ചിന്തിക്കേണ്ടതാണ്. പ്രപഞ്ചം കാണിച്ചു തരുന്നത് ഒരിക്കലും തെറ്റില്ല എന്ന് അനുഭവം പഠിപ്പിച്ചു. ആ ബന്ധത്തിന് താലിയുടെയോ മോതിരത്തിന്റെയോ സിന്ദൂരത്തിന്റെയോ മന്ത്രകോടിയുടെയോ പേരുമാറ്റത്തിന്റെയോ ആവശ്യമില്ല എന്ന് ബോധ്യമായി. സൗന്ദര്യം, ജോലി, വിദ്യാഭ്യാസം, സാമ്പത്തികം, ജാതകം ഇതിനൊന്നും അവിടെ പ്രാധാന്യമില്ല എന്ന് തീർത്തും പറയാൻ സാധിക്കും. അത്രമാത്രം നിസ്വാർത്ഥമായി ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായാലും സ്നേഹമെന്നത് എന്നും ഒരേപോലെ നിലനിൽക്കും. ഇങ്ങനെയൊരാളെ കെട്ടിയതിനെയോർത്ത് ഒരിക്കലും ഒരു കുറ്റബോധമോ ദുഃഖമോ ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ ജീവിതവുമായി കമ്പാരിസൺ വരില്ല. തെറ്റുകളും കുറവുകളും നല്ലതും ചീത്തയും എല്ലാം ഒരേപോലെ ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും. ബാഹ്യമായ ഒന്നിനും ഉള്ളിലെ സ്നേഹവും ആത്മാർത്ഥതയും ഇല്ലാതാക്കാൻ സാധിക്കില്ല. അത്രമാത്രം ഒന്നുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. എത്ര അകലെയാണെങ്കിലും കൂടെ ഉള്ളതുപോലെ അനുഭവപ്പെടും. ഒരിക്കലും മിസ്സിംഗ് ഫീൽ ഉണ്ടാവില്ല. ഇതൊരു ആത്മബന്ധമാണ്. പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ കാണുന്ന പോലെ വെറും ശരീരത്തെ മോഹിച്ചുകൊണ്ടുള്ള ഒന്നല്ല. ഭാര്യ ഭർത്തൃബന്ധം അത്രയ്ക്ക് നിഷ്കളങ്കവും നിസ്വാർത്ഥവുമാകും. വിവാഹശേഷം ഒരു സ്ത്രീ എല്ലാ തരത്തിലും തന്റെ ഭർത്താവിനോടൊപ്പമാണ് ജീവിക്കേണ്ടത്. മാതാപിതാക്കളെയും കുടുംബത്തെയും ഉപേക്ഷിക്കണം എന്നല്ല അതിനർത്ഥം. മറിച്ച് സ്ത്രീക്ക് ഒരു ധർമ്മമുണ്ട്. ധർമ്മപത്നി അല്ലെങ്കിൽ പതിവ്രതയായ ഭാര്യ എന്നാണ് പറയുന്നത്. പതിവ്രത എന്നാൽ പതിയെ വ്രതശുദ്ധിയോടെ നോക്കുന്നവൾ എന്നർത്ഥം. ധർമ്മപത്നി എന്നാൽ തന്റെ ഭർത്താവിനെ ധർമ്മമാർഗത്തിലൂടെ സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്നവൾ. ഭർത്താവിനെ വ്രതശുദ്ധിയോടെ നോക്കേണ്ടത് ഒരു ഭാര്യയുടെ ധർമ്മമാണ്. വ്രതശുദ്ധി എന്നാൽ പ്രപഞ്ചധർമ്മം അനുസരിച്ച് ജീവിക്കണം. പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും ഭാര്യാധർമ്മവും എന്താണെന്ന് ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അധർമ്മ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭർത്താവിനെ പോലും തന്റെ വ്രതശുദ്ധി കൊണ്ട് ധർമ്മമാർഗത്തിൽ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവളാണ് ഭാര്യ. സ്ത്രീകളിലെ ആത്മീയതയ്ക്ക് ഇവിടെയാണ് പ്രാധാന്യം. സ്വാർത്ഥമായ ഭക്തിയല്ല അവൾക്ക് വേണ്ടത്. വിവാഹത്തിന് മുമ്പ് ഒരു വ്യക്തിയുടെ ഫസ്റ്റ് ഓർബിറ്റ് മാതാപിതാക്കളും സഹോദരങ്ങളും ആയിരുന്നു എങ്കിൽ വിവാഹശേഷം ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയുമാണ് ഫസ്റ്റ് ഓർബിറ്റ്. പിന്നെ മക്കൾ വിവാഹിതരാകുന്നതിന് മുമ്പ് വരെ, ശേഷം മാതാപിതാക്കൾ, അതിനുശേഷം സഹോദരങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ പ്രയോറിറ്റി. മാനസികമായി ഒരു വിടുതൽ, അതായത് ഒരേ സമയം അറ്റാച്ച്ഡും ഡിറ്റാച്ച്ഡും ആയിരിക്കുന്ന അവസ്ഥ ഓരോ സാഹചര്യത്തിലും മേൽപ്പറഞ്ഞ ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. അതിനുവേണ്ടി പ്രതീകാത്മകമായി ചെയ്യുന്ന ഒരു ചടങ്ങാണ് പേരുമാറ്റലും മറ്റു ചടങ്ങുകളും. എല്ലാം ചടങ്ങ് മാത്രമായി അവശേഷിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നിന്റെയും കാരണം അറിയില്ല. ചടങ്ങുകൾക്കുമപ്പുറം ഓരോരുത്തർക്കും തന്റെ ഡ്യൂട്ടിയെക്കുറിച്ച് വ്യക്തമായി ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ വികാരങ്ങളെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ട് നിസ്വാർത്ഥമായി അവരവരുടെ കർമ്മം ചെയ്തു തീർക്കുമായിരുന്നു. ഗുരുദേവൻ ഭാര്യാധർമ്മത്തിൽ പറയുന്നു,
ദൈവത്തിനെ തൊഴാതാത്മനാഥനെ തൊഴുതെന്നുമേ എഴുന്നേൽപ്പവൾ പെയ്യുന്നു ചൊല്ലിയിടിൽ മഴ പെയ്തിടും. കൊന്നു തിന്ന് കള്ളും കുടിച്ച് തോന്നിയ പോലെ ജീവിക്കുന്ന ഒരാളെ എങ്ങനെ ദൈവത്തെ പോലെ കാണും എന്ന ഒരു ചോദ്യം നമുക്കുള്ളിൽ വരും. പ്രപഞ്ചധർമ്മമനുസരിച്ച് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ ഒരു ഭാര്യ ജീവിച്ചാൽ എങ്ങനെയുള്ള ഭർത്താവായിരുന്നാൽ കൂടി അദ്ദേഹത്തിൽ മാറ്റം വരുത്തി ഭഗവാന്റെ തലത്തിൽ ഉയർത്തി പ്രപഞ്ചം അവരെ അനുഗ്രഹിക്കും. ഭഗവാനെ മനസ്സുകൊണ്ട് ഭർത്താവായി വരിച്ചു എന്ന് പറയുന്ന സ്ത്രീകൾ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല, തന്റെ ഭർത്താവിനെ ഭഗവാന്റെ തലത്തിലേക്ക് ഉയരാൻ സഹായിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ ശ്രേഷ്ഠത അല്ലെങ്കിൽ മഹത്വം. അങ്ങനെ വ്രതശുദ്ധിയോടെ ജീവിക്കുന്ന ഭാര്യയാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത്. ശ്രീനാരായണ ഗുരു ഭാര്യാധർമ്മത്തിൽ പറയുന്നു, ചാരിത്രശുദ്ധിയാകുന്ന ഗുണത്തോടൊത്തുചേർന്നിടിൽ ഗൃഹനായികയെക്കാളും വലുതെന്ത് ലഭിച്ചിടാൻ. ഭർത്താവിൽ നിന്നുള്ള അംഗീകാരം ആണ് ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദവി. അല്ലാതെ നാം ഈ കാണുന്ന പണവും പ്രശസ്തിയും ഒന്നുമല്ല. ശ്രീനാരായണ ഗുരു ഭാര്യാധർമ്മത്തിൽ പറയുന്നു, നാരിമാർക്കിങ്ങുതൻ പ്രാണനാഥ പൂജ ലഭിക്കുകിൽ ദേവലോകത്തിലും മേലാം ശ്രേയസ്സൊക്കെ ലഭിച്ചിടാം. ഇങ്ങനെ ഭാര്യാധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് പ്രപഞ്ചം നൽകുന്ന അനുഗ്രഹമാണ് സത്സന്താനങ്ങൾ. ശ്രീനാരായണ ഗുരു ഭാര്യാധർമ്മത്തിൽ പറയുന്നു, നാരീ ഗുണം ഗൃഹത്തിനു ഭൂരിമംഗളമായത് സാരനാം പുത്രൻ അതിനു നേരായൊരു വിഭൂഷണം. അങ്ങനെ ഒരു കുഞ്ഞ് മാതാപിതാക്കളുടെയും അവരുടെ കുടുംബങ്ങളുടെയും കുലത്തിന്റെയും ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുന്നു. ആ സന്താനങ്ങളെ പ്രപഞ്ചത്തിന്റെ ഇച്ഛ പോലെ ലോകത്തിന് നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ ജന്മങ്ങളാക്കി വളർത്തി ഈ പ്രപഞ്ചത്തിന് സമർപ്പിക്കുക എന്നത് മാതാപിതാക്കളുടെ ധർമ്മമാണ്. വിവാഹിതയായ ഏതൊരു പെൺകുട്ടിയും ഇങ്ങനെ ഒരു സൽസന്താനത്തിന് ജന്മം നൽകി തന്റെ ധർമ്മം പൂർത്തിയാക്കുമ്പോൾ മാത്രമേ അവർക്ക് തന്റെ മാതാപിതാക്കളെ മോക്ഷത്തിലേക്ക് എത്തിച്ച് ഒരു മകളുടെ ധർമ്മം നിർവഹിക്കാൻ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഒരച്ഛൻ മകളെ കന്യാദാനം നടത്തുന്നതെങ്കിൽ പൂർണ്ണ മനസ്സോടെ നിസ്വാർത്ഥമായി ഒന്നും പ്രതീക്ഷിക്കാതെ സന്തോഷത്തോടെ തന്റെ മകളെ വരന് ദാനമായി നൽകുമായിരുന്നു. ഒരു വിവാഹം അത്ര മഹത്തരമായ ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ വധൂവരന്മാരെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കാൻ യോഗ്യതയുള്ളവർ മാത്രം പങ്കെടുക്കേണ്ട ഒരു ചടങ്ങുകൂടിയാണത്. അനേകം ജീവികളുടെ പ്രാണനെടുത്ത് ഭക്ഷണമുണ്ടാക്കി ആ ശാപവും പേറി ആർഭാടത്തോടെ നടത്തേണ്ട ഒന്നല്ല. ഇങ്ങനെ പ്രപഞ്ചധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി പുതിയ ജീവിതത്തിലേക്ക് യാത്രയാകുമ്പോൾ ഒരിക്കലും നെഞ്ചുപൊട്ടി കരഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുകയില്ല. മറിച്ച് അവർക്ക് തന്റെ ധർമ്മത്തെപ്പറ്റി ബോധ്യമുണ്ടാകും. ഓരോ സാഹചര്യത്തിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പ്രപഞ്ചം കൂടെ നിന്ന് ഗൈഡ് ചെയ്യും. പൂർണ്ണ മനസ്സോടെ തന്റെ ഭർത്താവിനൊപ്പം ചേർന്ന് നിസ്വാർത്ഥമായി തന്റെ കർത്തവ്യം നിറവേറ്റി ഈ ജന്മം സഫലമാക്കും. അങ്ങനെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്ന പുരുഷനും ഒരു ക്വാളിറ്റി ഉണ്ടാവണം. താൻ ഭാര്യയായി വരിക്കുന്ന സ്ത്രീയുടെ ശരീരം പോലും മോഹിക്കാതെ ത്യാഗപൂർവം അത്ര നിസ്വാർത്ഥമായി ആയിരിക്കണം അവരെ സ്വീകരിക്കേണ്ടത്. ശരീരം പോലും മോഹിക്കാതെ എന്ന് പറയുമ്പോൾ സ്ത്രീധനമോ മറ്റു ഭൗതിക വസ്തുക്കളോ ആഗ്രഹിക്കുകയില്ല. അങ്ങനെ ജീവിക്കുന്ന സ്ത്രീയും പുരുഷനും തന്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ച് ജന്മം നൽകിയ മാതാപിതാക്കളെ ഈ കർമ്മക്കടത്തിൽ നിന്നും മോചിപ്പിക്കും. അവിടെ നമുക്ക് ആത്മസംതൃപ്തിയാണ് കിട്ടുന്നത്. മാതാപിതാക്കൾ നമ്മളോടൊപ്പം അവസാന നാൾ വരെ ഉണ്ടാവില്ല. മക്കൾ സ്വയം ജീവിക്കാൻ പ്രാപ്തരായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് വഴിമാറിക്കൊടുക്കണം. പിന്നെ അവശേഷിക്കുന്നത് ഭാര്യയും ഭർത്താവുമാണ്. പാതി വഴിയിൽ കണ്ടുമുട്ടുന്ന ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ഒരേ മനസ്സോടെ നിഷ്പക്ഷമായി പരസ്പരം വിദ്വേഷമോ ഈഗോയോ ഇല്ലാതെ നിഷ്കളങ്കമായ സ്നേഹത്തോടെ ഒരുമിച്ച് നിന്നാൽ തങ്ങളുടെ കുടുംബങ്ങൾക്കും കുലത്തിനും സമൂഹത്തിനും ലോകത്തിനും നന്മ ചെയ്യാൻ സാധിക്കും. എത്രയൊക്കെ ഉയർച്ചയിൽ എത്തിയാലും ലോകം മുഴുവൻ അംഗീകരിച്ചാലും സ്വന്തം കുടുംബം കൂടെയില്ലെങ്കിൽ അതൊരു സ്വകാര്യ ദുഃഖമായി എന്നും അവശേഷിക്കും. തനിക്കുള്ള നല്ലതും കൂടി സ്വന്തം ഭർത്താവിന് കൊടുക്കണേ എന്ന് പ്രപഞ്ചത്തോട് അപേക്ഷിക്കേണ്ടവരാണ് സ്ത്രീകൾ. അവിടെയാണ് ഇന്നത്തെ സമൂഹം ആരാണ് വലുത് ആരാണ് ചെറുത് എന്നറിയാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. കീർത്തിമാനും ശ്രേഷ്ഠനും എന്നും യശസ്സോടുകൂടി ജീവിതം നയിക്കുന്നവനുമായ ഒരു ഭർത്താവാണ് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. വ്രതശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ഭാര്യ ആണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത്. തനിക്കുള്ളതെല്ലാം ത്യാഗം ചെയ്ത് ഭർത്താവിനോടൊപ്പം ജീവിതം തുടങ്ങുന്ന ഒരു ഭാര്യയ്ക്ക് അവർ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എല്ലാം ചെയ്തു കൊടുക്കുക എന്നത് ഭർത്താവിന്റെ ധർമ്മം. ആത്യന്തം യശസ്സോടെ ജീവിതം നയിക്കുന്ന മക്കളാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠമായ സമ്പത്ത്.
സ്വന്തം മാതാപിതാക്കൾക്ക് ഈ സംസാര ദുഃഖത്തിൽ നിന്നും മോചനം കൊടുക്കുക എന്നതാണ് ഒരു പുത്രിയുടെ അല്ലെങ്കിൽ പുത്രന്റെ ധർമ്മം. അവരവർക്കുള്ള ആദരവ് തനിയെ വന്നു ചേരും, ഒന്നും ചോദിച്ചു വാങ്ങാനുള്ളതല്ല. നിസ്വാർത്ഥമായി നിലകൊള്ളുമ്പോൾ പ്രപഞ്ചം അനുഗ്രഹമായി തരുന്നതാണ് അവരവർക്കുള്ള അംഗീകാരം. ഗുരുദേവൻ ഭാര്യാധർമ്മം എന്ന കൃതിയാണ് എഴുതിയിരിക്കുന്നത്, ഭർതൃധർമ്മം അല്ല. കാരണം ഭാര്യാധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ ഭർതൃധർമ്മം തനിയെ പാലിക്കപ്പെട്ടുകൊള്ളും. അത് പതിവ്രതയായ ഒരു ഭാര്യയ്ക്ക് പ്രപഞ്ചം നൽകുന്ന അനുഗ്രഹമാണ്. ഭാര്യയും ഭർത്താവും ജീവിതത്തിന്റെ പാതി വഴിയിൽ ഒരുമിച്ച് സുഖവും ദുഃഖവും ഒരുമിച്ച് പങ്കുവെച്ച് ഒരു ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ, മകന്റെ അല്ലെങ്കിൽ മകളുടെ, പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ, പുരുഷന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ ധർമ്മം എല്ലാം പൂർത്തീകരിച്ച് ഒരുമിച്ച് സമാധിയായി പോവേണ്ടവരാണ്. എത്ര മോശമായിരുന്നാലും ഒരാളുടെ മരണശേഷമുള്ള ഒറ്റപ്പെടൽ അസഹനീയമാണ്. അതനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകൂ. ഇല്ലാതെയാകുമ്പോഴാണ് നഷ്ടമായതിന്റെ വില മനസ്സിലാകുകയുള്ളൂ. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഭാരത മണ്ണിൽ ജീവിച്ചിരുന്ന മഹാഗുരുവായ ശ്രീനാരായണ ഗുരുവിന്റെ മാത്രം വാക്കുകൾ അനുസരിച്ച് ജീവിക്കാമെങ്കിൽ ഭാവി ജീവിതത്തിൽ സ്ത്രീധനം, സ്ത്രീധന പീഡനങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഇവയൊന്നും ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. ഇത്രയും വലിയ ഒരു മഹാഗുരുവിന്റെ വാക്കുകൾ ലിഖിതങ്ങളായി ഇവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വരും തലമുറയിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ നന്മ.